What is the method to produce a plant having all the qualities of the parent one? അതാണ് നമ്മുടെ അടുത്ത പ്രവർത്തനമായിട്ട് വരുന്നത്. അതായത് നമ്മുടെ ഒരു മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള ഒരു പുതിയ സസ്യം എങ്ങനെ നിർമ്മിക്കാം. അതായത് നമ്മുടെ വീട്ടിലിപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പേരയ്ക്ക, അതിൻ്റെ തൈ എങ്ങനെ നിർമ്മിക്കാം. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും പറയും അതിൻ്റെ വിത്തെടുത്ത് കുഴിച്ചിടുക. പക്ഷെ അത് നമുക്ക് പലപ്പോഴും അതേ ടേസ്റ്റ് അതേ ക്വാളിറ്റി ഉള്ള തൈ ആവില്ല ലഭിക്കുക. അപ്പം അതിനുള്ള മെത്തേഡ് എന്താണ്, അതാണ് നമ്മൾ അടുത്ത ആക്ടിവിറ്റിയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അതിന് ചെയ്യുക? നമുക്കറിയാം, സാധാരണയായിട്ട് നമ്മൾ ഒരു പേരക്കയുടെ തൈ ഉണ്ടാക്കുക അതിൻ്റെ സീഡാണ്, അല്ലാതെ അതിൻ്റെ കമ്പ് മുറിച്ച് നടുക എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരു ചെമ്പരത്തിയുടെ തൈ ആണെങ്കിൽ പോലും അത് നമ്മൾ മുറിച്ച് നട്ട് കഴിഞ്ഞാൽ അത് വേര് പിടിച്ച് കിട്ടാൻ ഒരുപാട് സമയം എടുക്കും, അല്ലെ ബുദ്ധിമുട്ടായിരിക്കും അത് ഉണ്ടാക്കാൻ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളത് പാരന്റ്, അതായത് മാതൃസസ്യത്തിൽ നിന്ന് വേർപെടുത്തുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ മേൽ വേര് പിടിപ്പിച്ചാലോ? അങ്ങനെയുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ വി ഷുഡ് സെലക്ട് എ ബ്രാഞ്ച്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ സ്റ്റെം എന്നുള്ള ഒരു ബ്രാഞ്ച് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. ഇത് എപ്പോഴും ഇതിൻ്റെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ബ്രാഞ്ച് ഒരു പെൻസിൽ തിക്കെങ്കിലും കാണണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് ചെയ്യേണ്ടത് പീൽ ഓഫ് 1 centimeter of bark from the branch we select. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? Second, we cover the peel off portions with a moisture mixture of soil, sawdust and coconut fiber. Second, we cover the peeled off portion with a moisture mixture of soil, sawdust and cover the area with a polythene sheet, polythene cover. Then tie both ends of the cover with jute twine. Okay, then keep this area always wet. ഈ നമ്മൾ പോളിത്തീൻ കവർ ഉപയോഗിച്ച് കെട്ടിവെച്ചിരിക്കുന്ന ഈ സ്ഥലം എപ്പോഴും നനവുള്ളതാവാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ചകിരിച്ചോറ്, അറക്കപ്പൊടി, മണ്ണ്, ഇതിന് പകരം നമുക്ക് ചാണകം, പിന്നെ മണ്ണ്, ഇതൊക്കെ കൂടിയ ഒരു നനഞ്ഞ മിശ്രിതം വേണമെങ്കിൽ ഇവിടെ വെക്കാം. ഓക്കെ, ആഫ്റ്റർ 1 month, ഒരു മാസത്തെ 1-2 മാസത്തിന് ശേഷം നമുക്ക് കാണാൻ കഴിയും ഇവിടെ ധാരാളം വേരുകൾ വന്നിട്ടുണ്ടാവും. ഓക്കെ, ദെൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ വേരിന് താഴെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വേറെ ഒരു കവറിലേക്കോ അല്ലെങ്കിൽ നമുക്കത് നേരിട്ട് മണ്ണിലേക്കോ നടാവുന്നതാണ്. ഓക്കെ, അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റെം കട്ടിങ് ഇങ്ങനെ പുതിയ ഒരു സസ്യമാക്കി വളർത്താം. ഈ ടെക്നിക്കിന് പറയുന്ന പേരാണ് ലെയറിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഇന്ന് കാണിച്ചത് എയർ ലെയറിംഗ് ആണ്. അതായത് നമ്മൾ വായുവിലുള്ള ഒരു ബ്രാഞ്ചിലാണ് നമ്മൾ ഈ ലെയറിങ് ചെയ്തത്. ഓക്കെ, ലെയറിങ് അഥവാ പതിവെക്കൽ. ഓക്കെ, അപ്പം ഇതല്ലാതെ പല തരത്തിലുള്ള ലെയറിങ് ടെക്നിക്ക് ഉണ്ട്. ഇപ്പം സാധാരണയായിട്ട് ചെമ്പരത്തിയുടെ കമ്പൊക്കെ മണ്ണിലൂടെ താഴ്ന്നു വളരുന്നത് കാണാം. അപ്പോൾ അതൊക്കെ നമ്മൾ ആ മണ്ണിലേക്ക് താഴ്ത്തി വെച്ചിട്ട് അവിടെ തന്നെ മണ്ണിട്ട് മൂടുക. അപ്പോൾ അത് അവിടെ വേര് വരും, അത് നമ്മൾ പുതിയ സസ്യമാക്കി നമുക്ക് മാറ്റി വളർത്താവുന്നതാണ്. അപ്പോൾ അതിന് പറയുക സിമ്പിൾ ലെയറിങ് എന്നാണ്. അപ്പം സിമ്പിൾ ലെയറിങ്, ഇത് എയർ ലെയറിങ് ആണ്. ഇങ്ങനെ പല ടൈപ്പ് മൗണ്ട് ലെയറിങ് ഉണ്ട്. അപ്പം ഇതുപോലെ ഒരുപാട് ടൈപ്പ് ലെയറിങ് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ലെയറിങ്ങിലൂടെ ഒരു പുതിയ സസ്യം ഉണ്ടാക്കിയാൽ അവയ്ക്ക് എന്തെല്ലാം പ്രത്യേകതകളായിരിക്കും ഉണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ ഏത് ചെടിയിലാണോ ഈ ലെയറിങ് ചെയ്തത് അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ പുതിയ സസ്യത്തിന് കാണും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 10 ലെയറിങ്ങുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അത് നമ്മൾ നന്നായിട്ട് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സ് ക്യാൻ ബി ഗ്രോൺ ദിസ് വേ.
Second point, plants formed from layering do not have as much lifespan as plants formed from seed germination. Then they will be of smaller size too. They have qualities of the parent plant. If layering is done on diseased plant, new plantlets will also be infected. Flowering and fruiting of such plants are faster than those in plants formed from seeds. Through this method, we can produce more saplings within very short time. Layered plants do not possess the taproot system. They require more care. അപ്പം these are the various information about layering. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് ഒരുപാട് മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട്. സോ ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് എല്ലാവരും വാട്ട് ആർ ദ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് ലെയറിംഗ് ഇതൊന്ന് ശാസ്ത്ര പുസ്തകത്തിലേക്ക് എഴുതിക്കുക. സയൻസ് ഡയറിയിൽ വാട്ട് ആർ ദ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് ലെയറിംഗ്. അതേപോലെ തന്നെ വളരെ സ്വാദിഷ്ടമായ മാമ്പഴം. നമുക്കറിയാം, നമ്മൾ പല വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായ മാമ്പഴം കാണാം. അപ്പം അങ്ങനെയുള്ള ഒരു മാമ്പഴം എങ്ങനെ നമ്മുടെ നാട്ടിൽ, പിന്നെ നമുക്കറിയാം ഒരുപാട് ഫോറിൻ വെറൈറ്റീസായ നമ്മുടെ വിദേശ മാമ്പഴങ്ങൾ, മൽഗോവ, അൽഫോൺസ, നീലം, ഇത് നമ്മുടെ നാട്ടിൽ എങ്ങനെ നമുക്ക് നിർമ്മിച്ചെടുക്കാം, അതാണ് നമ്മുടെ അടുത്ത പ്രവർത്തനം. അപ്പം നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ നാട്ടിൽ നമ്മുടെ ക്ലൈമറ്റിന് സ്യൂട്ടബിൾ അല്ല, നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ മണ്ണിനും യോജിച്ചതല്ല ഈ വിദേശ സസ്യങ്ങൾ, അതായത് ഫോറിൻ മാംഗോ ട്രീസ്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള അഥവാ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഒരു മാംഗോ ട്രീ ആദ്യം സെലക്ട് ചെയ്യുക. നമ്മുടെ നാട്ടിൽ വളരെ ഇറ്റ് ഈസ് ഹൈലി സ്യൂട്ടബിൾ ഫോർ അവർ ക്ലൈമറ്റ്, ഹൈലി സ്യൂട്ടബിൾ ഫോർ അവർ സോയിൽ, അങ്ങനെയുള്ള ഒരു മാമ്പഴത്തിൻ്റെ ഒരു തൈ. അതിലേക്ക് നമ്മൾ മൽഗോവ അഥവാ അൽഫോൺസ അങ്ങനെയുള്ള മാമ്പഴത്തിൻ്റെ കമ്പ് ഒട്ടിക്കുക. അതാണ് പുതിയ ടെക്നിക്ക്. അപ്പം അതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഏതിലാണോ ഒട്ടിക്കാൻ പോകുന്നത് അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സ്റ്റോക്കായിട്ടാണ്. സ്റ്റോക്ക് ഇറ്റ് ഈസ് ഹൈലി സ്യൂട്ടബിൾ ടു അവർ സോയിൽ, ഇറ്റ് ഈസ് ഹൈലി സ്യൂട്ടബിൾ ടു അവർ ലൊക്കാലിറ്റി, ഇറ്റ് ഈസ് ഹൈലി സ്യൂട്ടബിൾ ടു അവർ ക്ലൈമറ്റ്. അതാണ് നമ്മൾ സ്റ്റോക്കായിട്ട് സെലക്ട് ചെയ്യുക. നാടൻ മാവിൻ്റെ തൈ എടുക്കുക. ദെൻ നമ്മൾ ഏതാണോ നമ്മളിവിടെ ഇതിലേക്ക് ഒട്ടിക്കാൻ പോകുന്നത് അഥവാ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ സയോണായിട്ട് സെലക്ട് ചെയ്യുക. അതിൻ്റെ ബ്രാഞ്ചാണ് നമ്മൾ സയോണായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ നമ്മൾ റൂട്ട് സ്റ്റോക്കിൻ്റെയും സയോണിൻ്റെയും ഫേസിങ് സൈഡ് നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് പീൽ ഓഫ് ചെയ്യുക, അതിൻ്റെ തൊലി മാറ്റുക. ഓക്കെ. പീൽ ഓഫ് ദ ഫേസിങ് സൈഡ് ഓഫ് ബോത്ത് സയോൺ ആൻഡ് ബാർ, സോറി സയോൺ ആൻഡ് സ്റ്റോക്ക്. Peel off the bark from both സയോൺ ആൻഡ് സ്റ്റോക്ക്. നമ്മൾ സയോണും സ്റ്റോക്കും അടുത്തേക്ക് കൊണ്ടുവന്ന് നന്നായിട്ട് കെട്ടുക. ദാറ്റ് ഈസ് make the സയോൺ ആൻഡ് സ്റ്റോക്ക് come close and wrap it firmly with a jute twine or plastic tag. Wait for 1 month. Okay. Then we make a small cut just below the സയോൺ and just above the stalk. Make a small cut after 1 month. അതായത് ഒരു മാസത്തിന് ശേഷം നമ്മൾ സയോണിൻ്റെ താഴെ, അതായത് നമ്മൾ എവിടെയാണോ യോജിപ്പിച്ചത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സയോണും പിന്നെ റൂട്ട് സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗവും നമ്മൾ ചെറിയ മുറിവുണ്ടാക്കുക. ഓക്കെ. ദെൻ അഗെയിൻ ഫോർ 1 month. വീണ്ടും ഒരു മാസത്തിന് ശേഷം നമുക്ക് സയോണിൻ്റെ താഴ്ഭാഗവും അതേപോലെ റൂട്ട് സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗവും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മുറിച്ചു മാറ്റി നമുക്കൊരു പുതിയ ഒരു സസ്യമാക്കി നമുക്ക് വളർത്താം. അപ്പോൾ ഈ ടെക്നിക്കിന് നമ്മൾ പറയുക ഗ്രാഫ്റ്റിംഗ് എന്നാണ്. ഓക്കെ. ഗ്രാഫ്റ്റിംഗ്.
അപ്പം ഈ രീതിയിൽ നമുക്ക് വളരെ ഫോറിൻ വെറൈറ്റി, അതായത് അത്യധികം ടേസ്റ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള മാമ്പഴങ്ങളും അതേപോലെ ജാക്ക് ഫ്രൂട്ട്, സപ്പോട്ട, ഇതൊക്കെ നമുക്കിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന തൈകളിലും നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം നമ്മുടെ ക്ലൈമറ്റിന് സ്യൂട്ടബിൾ അല്ലാത്ത ഒരു ചെടിയാണ് നമ്മളിവിടെ നടുന്നത്. അപ്പോൾ അതിന് ഒരുപാട് കെയറിങ് നമ്മൾ കൊടുക്കുക, ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഗുണമേന്മയുള്ള ഹൈ ക്വാളിറ്റി ഉള്ള പ്ലാന്റിംഗ് മെറ്റീരിയൽ, അതായത് നല്ല ഗുണമേന്മയുള്ള തൈകൾ നിർമ്മിക്കാൻ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇപ്പോൾ നമുക്ക് ചെമ്പരത്തി പൂക്കൾ, നമുക്കറിയാം ചെമ്പരത്തി പല കളറിലുള്ള പല നിറത്തിലുള്ള ചെമ്പരത്തി പൂക്കളുണ്ട്. അപ്പം നമുക്ക് വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളുള്ള, വിവിധ വർണ്ണത്തിൽ പൂക്കളുള്ള ഒരു ചെമ്പരത്തി ചെടി നമുക്ക് നിർമ്മിക്കാൻ കഴിയുമോ? അതേപോലെ നമുക്കറിയാം റോസ്, പല നിറത്തിൽപ്പെട്ട റോസ് പ്ലാന്റ് ഉണ്ട്. അപ്പം ക്യാൻ വി മേക്ക് എ പ്ലാന്റ് ഹാവിങ് വെറൈറ്റീസ് ഓഫ് കളേഴ്സ്? നിർമ്മിക്കാം. അതിനുള്ള പ്രവർത്തനമാണ് അടുത്തത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മളിവിടെ റോസ് പ്ലാന്റിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആ രീതിക്ക് പറയുന്ന പേര് ബഡ്ഡിങ് എന്നാണ്. എങ്ങനെ നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ചെടി നിർമ്മിക്കാം? അപ്പോൾ നമ്മൾ ഇതിന് ആദ്യമായിട്ട് വേണ്ടത്, നമ്മൾ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു റോസിന്ന് ബഡ് നമ്മൾ കളക്ട് ചെയ്തതാണ്. ഓക്കെ, ഫസ്റ്റ് വി കളക്ട് എ ബഡ് ഫ്രം എ ഹൈ ക്വാളിറ്റി പ്ലാന്റ്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഏത് ചെടിയിലാണോ ഈ ബഡ് അഥവാ മുകുളം ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അഥവാ ഒട്ടിക്കുന്നത്, അപ്പോൾ ആ സസ്യത്തിൽ നമ്മളിവിടെ ഒരു ടി ഷേപ്പ് ഉണ്ടാക്കുക. ദാറ്റ് ഈസ് മേക്ക് എ ടി ഷേപ്ഡ് കട്ട് ഓൺ ദ ബാർക്ക് ഓഫ് എ റൂട്ട് സ്റ്റോക്ക്. Okay, then അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ടി ഷേപ്ഡ് കട്ട് ഓപ്പൺ ചെയ്യാം. മേക്ക് ദ കട്ട് ഓപ്പൺ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ബഡ് ഇൻസേർട്ട് ചെയ്യുക. ഇറ്റ് ഈസ് വി ഇൻസേർട്ട് ദ ബഡ് ഇൻ ടു ദ ടി ഷേപ്ഡ് കട്ട്. നമ്മൾ ശേഖരിച്ച മുകുളം ഇവിടെ ഈ ടി ആകൃതിയിൽ മുറിച്ചിരിക്കുന്ന മുറിവിലേക്ക് വെച്ച് നന്നായിട്ട് കെട്ടേണ്ടതാണ്. ഓക്കെ, അപ്പം കുറച്ച് 2-3 മാസത്തിന് ശേഷം ആ മുകുളം വളർന്ന് നമുക്കതിൻ്റെ മേലെ പുതിയ നല്ല വേറെ നിറത്തിൽപ്പെട്ട പൂക്കൾ ഉണ്ടാവുന്നത് കാണാം. ഓക്കെ, അവിടെ നമുക്ക് അതിൻ്റെ മുകളിലായിട്ടുള്ള ഈ കമ്പ് വേണമെങ്കിൽ മുറിച്ച് മാറ്റാം. അങ്ങനെയാണെങ്കിൽ ഈ മുകുളം മാത്രം വളർന്നു വരും. ഇനി അതവിടെ നിലനിർത്തുകയാണെങ്കിൽ വിവിധ വർണ്ണത്തിലുള്ള പൂക്കൾ ഉണ്ടാവും. അപ്പം ഇത് ശരിക്കും നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വിഭാഗത്തിലാണ് പെടുന്നത്. നമ്മൾ ചെടികളുടെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് പുതിയ തൈകൾ നിർമ്മിക്കുന്നത്. എന്നാൽ നമുക്ക് ഇതുപോലെ തന്നെ മികച്ച തൈകൾ നിർമ്മിക്കാൻ അഥവാ മികച്ച വിത്ത് നിർമ്മിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അതാണ് അടുത്ത നമ്മുടെ പ്രവർത്തനം വരുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 12 ഒരു 2 ഇനത്തിൽപ്പെട്ട വിളകൾ തന്നിട്ടുണ്ട് അവിടെ. അതായത് ഒരു ക്രോപ്പിൻ്റെ 2 ടൈപ്പ് കാണിക്കുന്നുണ്ട്. അത് രണ്ടിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും അവിടെ പറയുന്നുണ്ട്. അതൊന്ന് ചർച്ച ചെയ്താൽ നമുക്കറിയാം. നമ്മൾ ഇപ്പം തെങ്ങാണെങ്കിൽ നമുക്കറിയാം, തെങ്ങ് ഇപ്പോഴൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. തെങ്ങിൽ കയറി തേങ്ങ പറിക്കാനൊക്കെ ആളെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമുക്കിപ്പം തെങ്ങിൻ്റെ ഏറ്റവും പ്രധാനമാണ് ഉയരം കുറഞ്ഞ തെങ്ങ്, നല്ല ഒരുപാട് ഹൈ ഈൽഡിങ് ആയിട്ടുള്ള കോക്കനട്ട്, അതും നമുക്ക് നിർബന്ധമാണ്. അപ്പം ഇതൊക്കെ ഇങ്ങനെ ക്വാളിറ്റീസ് എങ്ങനെ നമുക്ക് കമ്പൈൻ ചെയ്യാം? ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ അടുത്ത പ്രവർത്തനം വരുന്നത്. നമ്പർ 13 2 തെങ്ങ് വിഭാഗം തന്നിട്ടുണ്ട്. കോക്കനട്ടിൻ്റെ 2 ടൈപ്പ്. അപ്പോൾ ഒന്ന്
പറയുന്നത് വളരെ ടോൾ വെറൈറ്റിയാണ്, ഒന്ന് പറയുന്നത് വളരെ ഡ്വാഫ് വെറൈറ്റിയാണ്. അപ്പോൾ ടോളും ഡ്വാഫും അത് രണ്ടിൻ്റെയും ക്വാളിറ്റീസ് നമുക്കറിയാം, നല്ല ഗുണങ്ങളുമുണ്ട് ചീത്ത ഗുണങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ ആ ക്വാളിറ്റീസ് കമ്പൈൻ ചെയ്താൽ എന്തായിരിക്കും നമുക്ക് സംഭവിക്കുക? ഇപ്പം നമുക്ക് തെങ്ങെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ ഉയരം കുറഞ്ഞ് ഹൈ ഈൽഡിങ് ആയിട്ടുള്ള ഒരു കോക്കനട്ട് ട്രീ. അപ്പോൾ അതെങ്ങനെ നിർമ്മിക്കാം? അതിൻ്റെ ചർച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ പുതിയ ഒരു രീതി, അതിന് പറയുന്ന പേരാണ് ഹൈബ്രിഡൈസേഷൻ. നമ്മൾ പത്രങ്ങളിലും പിന്നെ നമ്മുടെ കൃഷിഭവനിലൊക്കെ നമുക്ക് ഹൈബ്രിഡ് സീഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ഹൈ ക്വാളിറ്റി സീഡ്സ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം? നമ്മൾ അവിടെ ചെയ്യുന്നത് 2 ചെടികളിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തിയിട്ടാണ് ഈ പുതിയ സീഡ് നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഹൈബ്രിഡൈസേഷൻ? ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ വളരെ മോഡേൺ ടെക്നിക്കാണ് ഫോർ പ്രൊഡ്യൂസിങ് ഹൈ ക്വാളിറ്റി സീഡ്സ് ത്രൂ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ഓക്കെ, അപ്പം അത് ഒരുപാട് ദോഷം എന്ന് പറഞ്ഞാൽ നമുക്കത് സ്വന്തമായിട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പം അത് കണ്ടക്ട് ചെയ്യണമെങ്കിൽ എക്സ്പേർട്സ് വേണം. അപ്പം നമുക്കത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു രീതിയാണത് ഹൈബ്രിഡൈസേഷൻ. പക്ഷേ നമുക്ക് കൃഷിഭവനിലൂടെയും മറ്റും ധാരാളം ഹൈ ക്വാളിറ്റി സീഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 14 ഹൈബ്രിഡ് വെറൈറ്റി സീഡ്സ് നമ്മൾ കൃത്യമായിട്ട് അതിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ സയൻസ് ഡയറിയിലേക്ക് ആ ഹൈബ്രിഡ് സീഡ്സിൻ്റെ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഹൈബ്രിഡ് സീഡ്സ് പാഡി, പീ, ഗ്രീൻ ചില്ലി, ലേഡീസ് ഫിംഗർ, ബ്രിഞ്ചൾ, ടൊമാറ്റോ, ഇതിൻ്റെയൊക്കെ ഹൈബ്രിഡ് സീഡ്സ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാവരും ഒന്ന് നോട്ട് ബുക്കിലേക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ അവിടെ ധാരാളം റിസർച്ച് വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിങ്ങനെയുള്ള ഹൈ ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയലും ഹൈ ക്വാളിറ്റി സീഡ്സ് ഒക്കെ നമുക്ക് ലഭ്യമാകുന്നത്. അപ്പം നമ്മുടെ കേരളത്തിലും കേരളത്തിന് പുറത്തും ധാരാളം അഗ്രികൾച്ചറൽ റിസർച്ച് സെൻറ്റേഴ്സ് ഉണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ ഫാർമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പം ഏതൊക്കെ അഗ്രികൾച്ചറൽ റിസർച്ച് സെൻറ്റേഴ്സ് ആണ് നമ്മുടെ കേരളത്തിലുള്ളത് എന്ന് എല്ലാവരും ഒന്ന് കണ്ടെത്തി നോട്ടിലേക്ക് രേഖപ്പെടുത്തുക.